എടാ ധർമ്മ, നീ അത് കണ്ടില്ലേ? കംപ്ലീറ്റ് കളേഴ്സ് അല്ലേ? കണ്ടിട്ട് എന്താ കാര്യം, നമ്മൾ ഈ ലഡാക്ക് കോലത്തിലായി പോയില്ലേ? എനിക്ക് അതിൽ ഒരെണ്ണത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടായി. നിനക്കതിൽ ഒരു പീസല്ലേ ഇഷ്ടമായുള്ളൂ? എനിക്ക് ഇതിനകത്തുള്ള സകല പീസിനെ ഇഷ്ടായി. പക്ഷെ ഈ മുടിഞ്ഞ മോന്തം വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ള കയറി പ്രേമിക്കാൻ. എടാ, അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. അവസാനം നമ്മൾ പെരുവഴി ആവല്ലേ? നീ പെരുവഴിയിലായാലും ഞാനാവില്ല. ചെല്ല് ചെല്ല് ചെല്ല്. ഈ പിറ്റേ മറന്നേനെ. എന്താ വലിയ തമാശയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ? എനിക്കൂടി കേൾക്കാമോ? അങ്കിളിന് കേൾക്കാൻ പറ്റിയ കാര്യമൊന്നും അല്ല ഇത്. വേണ്ടല്ലോ, നിങ്ങൾ കൂടി കേൾക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം. എന്താ അങ്കിളെ? മീരാതല്ലേ പേര്? അതെ. സുന്ദരിയാട്ടോ. എനിക്ക് വലിയ ഇഷ്ടമായി. ഈ അങ്കിൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? കല്യാണ കാര്യം. ഈ ക്യാമ്പിന് പുറത്തിറങ്ങിയാലുടൻ മീരയുമായിട്ടുള്ള കല്യാണം ഉടനങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. നോൺസെൻസ്. വയസ്സിലായിട്ട് പോകത്തിന് പറയുന്നു. ചൂടാവണ്ട. എനിക്ക് കല്യാണം കഴിക്കാനല്ല, എന്റെ മോന് വേണ്ടിട്ടാ. അങ്കിളിന്റെ മോൻ എവിടാ? നാട്ടിലാ. മെഡിസിന് പഠിച്ചോണ്ടിരിക്കുക അവൻ. ഈ വർഷം കഴിയുമ്പോ ഡോക്ടറാവും. സുന്ദരനാ കാണാൻ. എങ്കിലൊന്ന് വരാൻ പറയൂ, കാണാനോ. വരും വരും, അതിന് വഴിയുണ്ട്. അതിനു മുമ്പ് ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കോളൂ. അവന്റെ എവിടെ നോക്കൂ. നല്ല രസമുണ്ടല്ലോ, ആളെ കാണാതിരിക്കുന്നല്ലേ. ഹായ്, കൊള്ളാലോ. നോക്കിക്കേ. പൂടി. എന്താ ഇഷ്ടമായോ? അവൾക്ക് ഇഷ്ടായി അല്ലേടി? കുട്ടി ഒന്ന് വന്നേ. എന്റെ മരുമോളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ലടി. നിന്റെ ഫാദറിലെ ആവുന്ന ആളല്ലടി. ചെല്ലടി. കുട്ടിയെ പോലൊരു പെൺകുട്ടിയെ എന്റെ ഭാര്യയായി കിട്ടിയ, അല്ല മരുമോളായി കിട്ടിയ ഞാൻ ഭാഗ്യവാനാ. വലിയ വീട്ടിലേക്ക് മരുമകളായി ചെല്ലുക എന്ന് പറഞ്ഞ എനിക്കല്ലേ ഭാഗ്യം. എങ്ങനെയുണ്ട് മിസ്റ്റർ ഡാനിയൽ, എന്റെ ഭാവി മരുമകൾ? കൊള്ളാം കൊള്ളാം. സുന്ദരി അല്ലേ? നിനക്ക് രാജയോഗമാണടാ. നിനക്ക് വൃദ്ധയോഗം. വാ മോളെ, എന്റെ മോന്റെ ഹിസ്റ്ററി പറഞ്ഞു തരാം. മിസ്റ്റർ ഡാനിയൽ. എന്തോ? വരൂ ഡാനിയൽ. എന്നാ